ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് ഡ്രസ്സുകളാണ് കാണുന്നത്. കുറേ നാളെ നമ്മളൊരു ഡ്രസ് ഹോളൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഞാൻ മേടിച്ചിട്ടുള്ള കുറച്ച് കുർത്ത സെറ്റും അതേപോലെ തന്നെ ഒരു കുർത്തയും അതിനുള്ള പാൻറ്, അങ്ങനെ ഒരു 5-6 ഡ്രസ്സാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ ഒക്കെ എടുത്തിട്ടുള്ളത് ആമസോണിനാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആമസോണിൽ ഇപ്പം അൾട്ടിമേറ്റ് ബ്രാൻഡ് സെയിൽ ലൈവാണ്. ഒരു 13-ാം തീയതി വരെ വാലന്റൈൻസ് ഡേയുടെ ഭാഗമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 40% മിനിമം ഓഫ് പറയുന്നത്. അതേപോലെ തന്നെ പ്ലസ് അപ് ടു 10% ഓഫ് കിട്ടുന്നുണ്ട്. ഇനി നിങ്ങൾ പ്രൈം മെമ്പേഴ്സ് ആണെങ്കിൽ 10% ക്യാഷ് ബാക്ക് കൂടെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും മേടിക്കണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ നിങ്ങൾക്ക് ഒരു ചുരിദാർ കാണിച്ചു തരാം. ഏറ്റവും ഇതെല്ലാം ഒറ്റയടിക്ക് മേടിച്ചതല്ല, ഒരു മാസം അതിൻ്റെ മുന്നത്തെ മാസം അങ്ങനെയൊക്കെ ആയിട്ട് മേടിച്ചതാണ് കുറച്ച്. അപ്പോൾ ഇതിൽ റീസെൻ്റ് ആയിട്ട് ഏറ്റവും പുത്താണ് ഈ ഒരു കുർത്ത എന്ന് പറയുന്നത്. ഇതൊരു ബ്ലൂ കളറും അതേപോലെ തന്നെ വൈറ്റ്, മെയിനായിട്ടും വൈറ്റും ഡാർക്ക് നമ്മുടെ നേവി ബ്ലൂ കളറും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കുർത്തയാണ്. അപ്പം ഇത് നമ്മൾ ടോപ്പ് പാൻറ് ഷാൾ ഈ 3 കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മളുടെ ടോപ്പ് വരുന്നത്. ഈ ഒരു പാൻറ്റും ഷാളും അതിൽ വരുന്ന ഡിസൈൻ സെയിം ആണ്. ഒരു 6 ആയിട്ടുള്ള ഇങ്ങനെ വരുന്ന ഡിസൈൻ ഇല്ലേ, അതാണ് പാൻറ്റിൽ വരുന്നത്. പാൻറ് ഒരു നമ്മുടെ സ്ട്രെയിറ്റ് ആ ഒരു ടൈപ്പാണ് കേട്ടോ. സ്ട്രെയിറ്റ് എന്ന് പറയുക, സിഗരറ്റ് പാൻറ് എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ കുറച്ച് ലൂസ് ടൈപ്പിൽ വരുന്ന പാൻറ്റാണ് കേട്ടോ. അപ്പം അതിൻ്റെ അടിയിലായിട്ടും ഒരു ചെറിയ വേറൊരു ഡിസൈനിൽ കൊടുത്തിട്ടുണ്ട്. ടോപ്പിൽ ഡിസൈൻ അല്ല, അല്ലാണ്ടൊരു ഡിസൈൻ. അപ്പം ഇതാണ് നമ്മുടെ പാൻറ് വരുന്നത്. പാൻറ്റിൽ ഇതേപോലെ ബാക്കിൽ ഇങ്ങനെ ഇലാസ്റ്റിക്, ഇത് ലിബാസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ആണ്. ഫ്രണ്ട് സൈഡിൽ ഇതേപോലെയാണ് വരുന്നത്. ഞാൻ നീറ്റായിട്ടുള്ളൊരു സ്റ്റിച്ചാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെറുതായിട്ട് എനിക്ക് ലൂസ് ഉള്ളതും കൊണ്ട് ഞാൻ തന്നെ ഇത് അവിടെ പിടിച്ചിട്ട് കണ്ടോ ജസ്റ്റ് ഒന്ന് കൂട്ടി ഇങ്ങനെ അടിച്ചിട്ടുണ്ട്. ചെറിയൊരു കുഞ്ഞ് ലൂസ് പാൻറ്റിലുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എടുത്തിട്ടുള്ള സൈസൊക്കെ ലാർജാണ്. പിന്നെ നമ്മുടെ ടോപ്പ് കണ്ടോ ഇതേപോലെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു ടോപ്പ്. ഇതിൽ നമുക്ക് ഫ്രണ്ട് സൈഡിലായിട്ട് ഈ ഒരു നെക്കിൻ്റെ പോർഷൻ വരുന്നുണ്ടല്ലോ, ഈ ഭാഗത്തായിട്ട് ഒരു ത്രെഡിൽ വൈറ്റ് ത്രെഡ് കൊണ്ടുള്ള ഒരു വർക്കാണ് വരുന്നത്. ഇങ്ങനെ പോകുന്ന ടൈപ്പായിട്ടുള്ള പ്രിൻറ്റും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. കണ്ടോ ഇതേപോലത്തെ ഒരു വർക്ക് നല്ല രസമുണ്ടായിട്ടുണ്ട്. ഈ ഒരു വർക്കാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ പൊതുവെ ഇതെടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ലാർജാണ് സൈസ് എടുക്കാറുള്ളത്. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് അങ്ങനെ ഈ ഒരു വശത്തൊന്നും വലിയതായിട്ട് ഷേപ്പ് ഉണ്ടാവാറില്ല, പക്ഷെ കൈ എപ്പോഴും ഉണ്ടാവും കേട്ടോ. പിന്നെ പൊതുവേ കൈ ഇത്രയൊന്നും വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇവിടെ നിൽക്കണതാണ് എനിക്ക് എപ്പോഴും ഇഷ്ടമായതുകൊണ്ട് തന്നെയാണെങ്കിൽ ഞാൻ ഇങ്ങനെ കയറ്റി വെക്കും കേട്ടോ. അല്ലെങ്കിൽ ജസ്റ്റ് തൊട്ടിറങ്ങിക്കണം, കുറച്ച് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ചേരാത്ത പോലെ തോന്നും. അപ്പോൾ എപ്പോഴും ഞാൻ കൈ കട്ട് ചെയ്യാറുണ്ട്. അപ്പം ഇതും ഏകദേശം കറക്റ്റ് ഇവിടം വരെയാണ് കൈ വരുന്നത്. പിന്നെ എനിക്ക് കുറച്ചുകൂടെ കയറിയാലും കുഴപ്പമില്ല, പക്ഷെ ഇവിടെ ഒരു ഡിസൈൻ ഉണ്ട് കേട്ടോ. കൈയിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് കണ്ടോ ഇങ്ങനൊരു നൂലിൻ്റെ ഒരു ഡിസൈൻ കണ്ടോ, ഇത് വരുന്നതും കൂടെ ഞാൻ കട്ട് ചെയ്തിട്ടില്ല, അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ്. പിന്നെ ബോഡി ആണെങ്കിലും കൈയുടെ ഷേപ്പ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ ഒരു ചുരിദാറിൽ എനിക്ക് വലിയ പണിയെടുക്കേണ്ട വന്നില്ല കേട്ടോ. ജസ്റ്റ് കൈ അത്യാവശ്യം ലൂസായിരുന്നു. കൈ മാത്രം ഒന്ന് ഇവിടെ വരെ ഷേപ്പ് ചെയ്ത് കൊടുത്തു, പിന്നെ ഒന്ന് മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്തു. അപ്പം ഇതേപോലത്തെയാണ് വരുന്നത്. പിന്നെ നമുക്ക് ലൈനിങ് ഉണ്ടാവില്ല കേട്ടോ. ഞാൻ കാണിക്കുന്ന ഒറ്റ കുർത്തേന് ലൈനിങ് ഇല്ല. അത്യാവശ്യം കണ്ടോ ഭയങ്കര തിന്നും പറയാൻ പറ്റില്ല, എന്നാലും ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്ക് നെയിലടിക്കുന്ന അത്ര വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ലൈറ്റ് നോക്കുകയാണെങ്കിൽ ചെറുതായിട്ട് ലൈറ്റ് ഇങ്ങനെ നെയിലടിക്കുന്ന അല്ലാണ്ട് ഭയങ്കരമായിട്ട് കാണുന്ന ആ ഒരു ടൈപ്പല്ല. എന്നാൽ നോക്കുകയാണെങ്കിൽ തുണി കുറച്ച് സോഫ്റ്റാണെന്ന് വെച്ചാൽ സോഫ്റ്റാണ്, പക്ക കോട്ടൺ എന്ന് പറയില്ലേ അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എത്രയാണെന്ന് നോക്കിയാൽ ഇപ്പോൾ പറഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞില്ല ചിലപ്പോൾ റേറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരും. ചിലപ്പോൾ ഞാൻ എടുക്കുന്ന സമയത്തുള്ള റേറ്റ് ആയിരിക്കില്ല. ഈ ഒരു ഡ്രസ്സിൽ വേറെ കളർ ഓപ്ഷനൊന്നുമില്ല, നമുക്ക് ഈ ഒരു കളറിൽ മാത്രമാണ് വരുന്നത്. ഇതിൻ്റെ ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് 1199 രൂപയാണ്. എനിക്ക് തോന്നുന്നു ഞാനിത് 1300 സംതിങ് ആയിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. ഇപ്പം നമുക്ക് ഓഫറിൽ ഈ ഒരു ഡ്രസ്സിൻ്റെ റേറ്റ് കാണിക്കുന്നത് 1199 രൂപയാണ് കേട്ടോ. അപ്പം പ്യുവർ കോട്ടൺ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. അപ്പം ഇതാണ് എൻ്റെ ടോപ്പ്. ഇത് തന്നെയാണ് ഷാൾ ഞാൻ പറഞ്ഞത് നേരത്തെ കണ്ട നമ്മളുടെ പാൻറ്റിൻ്റെ അതേപോലെ തന്നെ കോട്ടൻ്റെ ആണ് ഇങ്ങനത്തെ ഷാളില്ലേ, കോട്ടൻ്റെ സെയിം നമ്മൾ കോട്ടൺ സാരികളൊക്കെ വരില്ലേ അതേപോലത്തെ. എനിക്ക് ഈ ഒരു കളർ ഭയങ്കര ഇഷ്ടം. പിന്നെ അടുത്തത് വന്നിട്ടുള്ളത് എനിക്ക് ഈ ഒരു കളർ ഉണ്ടായിരുന്നു എന്ന് എൻ്റെ സംശയം. ഇങ്ങനത്തെ ഞാനങ്ങനെ ഈ ഒരു പിസ്ത കളറൊന്നും എനിക്കങ്ങനെ ഡ്രസ്സുകൾ ഉണ്ടായിട്ടില്ല കേട്ടോ. എനിക്കങ്ങോട്ട് ഓർമ്മയില്ല. ഞാൻ പൊതുവേയും പറഞ്ഞില്ലേ ഇങ്ങനത്തെ ഈ ഒരു കളേഴ്സുകളൊന്നും അങ്ങനെ വരാറില്ല. അപ്പം എല്ലാം ഒരേപോലെ ആയിക്കഴിഞ്ഞാൽ ശരിയാവില്ല വെച്ചിട്ടാണ് ഈ ഒരു കളർ എടുത്ത് നോക്കിയത്. പക്ഷേ രസമാണ് കേട്ടോ ഇട്ടിട്ട്. ഇത് എനിക്കൊന്ന് വീഡിയോയിൽ കാണുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്കൊരു ലൈറ്റായിട്ടാണ് തോന്നുന്നു കേട്ടോ. ആ ഒരു ഇതിൻ്റെ കറക്റ്റ് കളർ കാണാത്ത പോലെ തോന്നുന്നു. കുറച്ചും കൂടെ ഇങ്ങനെ എനിക്കിത് കാണുന്ന സമയത്ത് ആ ഒരു ഇതിനെക്കാട്ടും കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിട്ടാണ്, കുറച്ചും കൂടെ ഒരു ഡാർക്ക് ഗ്രീൻ ആയിട്ടാണ് തോന്നുന്നത്. ഡാർക്ക് ഗ്രീൻ അല്ല, പിസ്ത ഗ്രീൻ എന്ന സംഭവം വരുന്നത്. ഇത് കുറച്ചും കൂടെ ഒരു കോട്ടൺ കുറച്ചും കൂടെ ഒരു കട്ടി കൂടിയ മെറ്റീരിയലാണ്.
ഇങ്ങനെ അലക്കിയതിന് ശേഷം ഇത് അലക്കി 2 തവണ ഇട്ടിട്ട് അലക്കിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ആ ജസ്റ്റ് അലക്കിയ സമയത്ത് ചെറുതായിട്ടൊരു കുഞ്ഞി കളർ, ചെറുത് നമുക്ക് കളർ ഇളകി പോകുന്ന അങ്ങനത്തെ ടൈപ്പൊന്നുമല്ല. ആ വെള്ളത്തിന് ചെറിയൊരു ലൈറ്റ് ഒരു പച്ച കളർ ഉണ്ടെന്ന്, അല്ലാണ്ട് ഇങ്ങനെ ചാറ് പോലെ ഇളകി പോകുന്ന പറയില്ലേ, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഫെയ്ഡ് ആയിട്ടൊന്നുമില്ല. അപ്പം ഇതിൽ ഇങ്ങനത്തെ ഒരു ലേസ് വർക്കാണ് വരുന്നത്. ഈ ഒരു സംഭവം ഇപ്പം എൻ്റെ ഈ ഒരു ഷോളിലൊക്കെ കാണുന്നില്ലേ, അതേപോലത്തെ ഒരു ഇത് വരുന്നുണ്ട്. അത് നമ്മളുടെ ഈ ഒരു ഓപ്പൺ വരുന്നില്ലേ, അതിൻ്റെ ഫുൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ നെക്കിലായിട്ടും നമ്മളുടെ ഫുൾ ഡ്രസ്സിൽ ഇതേപോലെ കംപ്ലീറ്റ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു സൈഡിൽ കൂടെ അടിയിൽ കൂടെയൊക്കെ നമുക്ക് ഈ ലേസ് വർക്ക് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ ഇത് പാൻറ് ഷോള് ടോപ്പ്, ഇതിൽ ഇങ്ങനെ കള്ളിയൊരു ഡിസൈനാണ് വരുന്നത്. അതേപോലത്തെ ഒരു പാറ്റേൺ തന്നെയാണ് നമ്മളുടെ പാൻറ്റിൽ വരുന്നത് കേട്ടോ. ഈ പാൻറ് നമ്മുടെ പലാസോ ലൂസ് പാൻറ് ഉണ്ടല്ലോ, ആ ഒരു ടൈപ്പിലാണ് ഇതിൻ്റെ പാൻറ് വരുന്നത്. എനിക്ക് ഇങ്ങനത്തെ പാൻറ്റാണ് കുറച്ചും കൂടെ ഇഷ്ടം തോന്നിട്ട്, എന്നിട്ട് കുറച്ച് പാൻറ് കയറി നിൽക്കുക, അതാണ് ഇപ്പോഴത്തെ മോഡൽ. അപ്പം ഈ ഒരു പാൻറ്റാണ് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടമായിട്ടുള്ളത്. ഇതിൻ്റെ അടിയിലും ഇതേപോലത്തെ ആ ഒരു ലേസ് വർക്ക് വരുന്നുണ്ട്. ലൂസായിട്ടുള്ള പാൻറ്റാണ്, ബാക്കിൽ ഇലാസ്റ്റിക്, ഫ്രണ്ടിൽ ഇതേപോലെ നീറ്റായിട്ടുള്ള സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഡ്രസ്സ് തന്നെയാണ്. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയോ, ഇതിൻ്റെ ഒരു ഷോളാണ്. എനിക്ക് പൊതുവേ ഇങ്ങനെ കുഴഞ്ഞു നിൽക്കുന്ന ഷാൾ ഉണ്ടാവില്ല, നമുക്കിങ്ങനെ നല്ല രസമാണ്. ഇത് ഇങ്ങനത്തെ ഒരു ഷാൾ എന്ന് പറയുന്നത് നല്ല രസമാണ്. ഇടാനാണെങ്കിൽ ഭയങ്കര, നമുക്ക് ഏത് മോഡൽ വേണമെങ്കിലും കഴുത്തിൽ കൂടെ ഇങ്ങനെ ഇടാം, വൺ സൈഡ് ഇടാം, അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ഇടാൻ പറ്റുന്നൊരു ഷാളായത് കൊണ്ട് ഒതുക്കി അങ്ങോട്ട് നിന്നോളൂ. അതുകൊണ്ട് പൊതുവേ എനിക്ക് ഇങ്ങനത്തെ ഷാൾ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മളുടെ ഡ്രസ്സ് ഉണ്ടല്ലോ, ആ ഒരു ടോപ്പിലും പാൻറ്റിലും കാണുന്ന ആ ഒരു ഡിസൈൻ ഇതിൻ്റെ സൈഡിൽ കൂടെ മൊത്തത്തിൽ ഷാളിൻ്റെ ചുറ്റും ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു ഡ്രസ്സ് വരുന്നത്. എനിക്കൊന്നും എല്ലാം തന്നെ ഞാൻ ഈ ഒരു ലിബാസ് എന്നുള്ള ബ്രാൻഡ് ഉണ്ടല്ലോ, അത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അവരുടെ ചുരിദാറൊക്കെ കൊള്ളാം കേട്ടോ. ഞാൻ 1-2 എടുത്ത് നോക്കിയപ്പോൾ ആദ്യം 2 മേടിച്ചപ്പം നല്ലതാന്ന് തോന്നിയപ്പോഴാണ് പിന്നെ ഞാൻ ഈ ഒരു സെയിം ബ്രാൻഡ് കയറിയിട്ട് ബാക്കിയുള്ളത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഈ ഒരു കുർത്തേൻ്റെ റേറ്റ് വരുന്നത് അത് 949 രൂപയാണ്. എല്ലാം എനിക്ക് ഓർമ്മയുണ്ട്, ഒക്കെ 1200, 1400 ആ റേഞ്ചിലാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഓഫറുള്ളത് കൊണ്ടായിരിക്കും നമുക്ക് ഇത്രയും ഡിസ്കൗണ്ട് കാണാൻ വേണ്ടി പറ്റുന്നത്. എന്തായാലും കൊള്ളാം. 949 രൂപയ്ക്ക് നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഡ്രസ്സ് തന്നെയാണ്. അപ്പം ഇതിങ്ങനെ അലക്കിയാൻ കൊണ്ടാണ് കേട്ടോ ഒരു ചുളിവ് പോലെ തോന്നുന്നത്, അലക്കി എടുത്ത് വെച്ചിട്ടുള്ള ഡ്രസ്സാണ്. അപ്പം അതാണ് നമ്മുടെ അടുത്തൊരു ഡ്രസ്സ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ഇതേപോലെ വൈറ്റിൽ നമുക്ക് ഇതേപോലെ ഗ്രീനും ഈ ഒരു റോസ് കളറിലൊക്കെ ആയിട്ടുള്ള പ്രിന്റ് വരുന്ന, പ്രിന്റ് വെച്ചാൽ തുണിയിൽ തന്നെ വരുന്നുണ്ട്, എക്സ്ട്രാ പ്രിന്റ് വരുന്നത് അല്ല, നമുക്ക് ഇതിൽ തന്നെ വരുന്ന ആ ഒരു ഡിസൈനാണ്. ഫുൾ പൂക്കളുണ്ട് വരുന്ന ഒരു ചുരിദാറാണ്. ഇതിൽ നമുക്ക് ഫുൾ കോട്ടൺ ആണ്. ഞാൻ പറഞ്ഞാൽ ഒന്നിലും ലൈനിങ് ഇല്ല, നമ്മൾ ആദ്യം കണ്ട മെറ്റീരിയൽ ഇല്ലേ അതേപോലെ തന്നെ കേട്ടോ. എനിക്ക് ഏട്ടന് ഇവിടുന്ന് ഒരു ബൂട്ടിക്ക് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ ഒരു ഡിസൈൻ വരുന്ന വേറൊരു ബ്ലൂ കളർ കേട്ടോ. അതും ഇതേപോലെ എന്താ പറയുക, ലൈനിങ് ഒന്നുമില്ല, പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട്. കുറേ കളക്ട് ഇട്ടിട്ട് ഒന്നും ആയിട്ടൊന്നുമില്ല കേട്ടോ. ഇതാണെങ്കിലും കുറേ യൂസ് ചെയ്തു, കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. കോട്ടൺ ആണ്. ഇതേപോലെ തന്നെ കുറച്ച് നൈസ് മെറ്റീരിയൽ ആണെങ്കിലും ക്വാളിറ്റി ഒക്കെ എനിക്ക് അടിപൊളിയായിട്ട് തന്നെയാണ് തോന്നുന്നത്. ഒരു കുഴപ്പം തോന്നിയിട്ടില്ല. ലിബാസിൻ്റെ ലാർജ് സൈസാണ് എടുത്തത് കേട്ടോ. അപ്പം ഇതിൻ്റെ കൈയിൻ്റെ സൈഡിൽ കണ്ടോ, നമ്മൾ മറ്റേ ചുരിദാറിൽ കണ്ട പോലത്തെ ഇവിടെ ഒരു വർക്കും കാര്യങ്ങളും വരുന്നുണ്ട്. കഴുത്താണെങ്കിലും ഇങ്ങനെ വന്നിട്ട് ഈ റൗണ്ട് ഷേപ്പിൽ വന്നിട്ട് ഇവിടെ കുഞ്ഞി വീക്കട്ട് പോലെ വരില്ലേ, ഇങ്ങനെയാണ് ഈ ഒരു ഡ്രസ്സ് വരുന്നത് കേട്ടോ. നല്ല ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാലൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിൻ്റെ ഈ ഒരു നെക്ക് പോർഷനിൽ ഇതേപോലത്തെ ഒരു ഡിസൈനാണ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കയ്യിൽ കണ്ടില്ല, ആ ഒരു ഡിസൈൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടിയിലൊന്നുമില്ല, സിമ്പിളായിട്ട് പോയിട്ടുള്ള ഒരു ടോപ്പാണ്. പിന്നെ അതിൻ്റെ പാൻറ്റും ഷോളും സെയിം ഡിസൈന്, ഇതേപോലെ വൈറ്റ് കളറിൽ ഇങ്ങനത്തെ ഈ ഒരു റോസ് കളർ വരുന്ന പ്രിന്റ് വരുന്ന പാൻറ് ഒക്കെ, പാൻറ്റിനൊക്കെ സെയിം ആണ് കേട്ടോ മോഡല്. ഈ പാൻറ്റും ഇതേപോലെ തന്നെ ലൂസായിട്ട് നമ്മുടെ പലാസോ പാൻറ്റാണ് വരുന്നത്. പിന്നെന്താ പറയാനുള്ളത്, ഇതിൻ്റെ ഒന്നും പാൻറ് ഞാനൊന്നും ചെയ്തിട്ടില്ല, കറക്റ്റായിരുന്നു. അപ്പം അതാണ് ഇതിൻ്റെ പാൻറ് വരുന്നത്. പിന്നെ അതാണ് ഇതിൻ്റെ ഷോള്. ഇതും നമ്മളുടെ കോട്ടൻ്റെ നല്ല ഒഴുക്കുള്ള ഷോളാണ് കേട്ടോ. ഇടാനൊക്കെ ഈസിയാണ്, നല്ല ചുളുകുളു എന്നിട്ടുള്ള ഭയങ്കര സ്മൂത്തായിട്ടുള്ള ഷോളാണ്. ഷോളിൻ്റെ അടിയിൽ ഇങ്ങനത്തെ ഒറ്റകളല്ല പോയിട്ടുള്ളത്, ഇതേപോലെ നമ്മളെ ആ ഒരു ടോപ്പുമായിട്ട് മാച്ച് ചെയ്യുന്ന ആ ഒരു ഡിസൈനിൽ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്, ഒക്കെ നല്ല ഡ്രസ്സാണ് കേട്ടോ. എനിക്കൊന്നും അങ്ങനെ മോശമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒന്ന് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് വന്നപ്പോൾ ഇവരുടെ തന്നെ കേട്ടോ, ഒരു ബ്ലൂ കളറിൽ, അതിൽ ബാക്കിൽ ചെറിയ പിന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഡാമേജ് എല്ലാം കൊണ്ട് അത് റിട്ടേൺ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അടുത്ത് വന്നിട്ട് ഞാൻ ഒരു കുർത്ത കാണിച്ചു തരാം. ഇതിൽ നമുക്ക് ഈ ഒരു കുർത്ത മാത്രമായിട്ടാണ്, കുർത്ത സെറ്റ് അല്ല. ഇത് ഞാൻ കുറേ പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വണ്ടി കൊണ്ട് പുറത്തു പോകുന്ന സമയത്ത് ഞാൻ വല്ല പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ട് എന്നൊക്കെ നമ്മളുടെ മറ്റേ ചാനലിൽ ഞാൻ പറയാറുള്ളത്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് ഇടാൻ പറ്റിയൊരു കുർത്തയാണ് കേട്ടോ.
ഇതാ ഇങ്ങനെ ഒരു ഗ്രീൻ കളറിൽ വൈറ്റ് ഇതേപോലത്തെ ഡിസൈനാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ നെക്ക് പോർഷനിലാണെങ്കിൽ റൗണ്ട് ആയിട്ട് വന്നിട്ട് ഇതാ ഇവിടെ ഇങ്ങനത്തെ ഈ ഒരു ബട്ടൺ കൊടുത്തിട്ട് ഈ ഒരു മോഡലാണ് വരുന്നത്. അങ്ങനെ കയറിപ്പോന്നുന്നല്ലോ കേട്ടോ, പിന്നെ ചേർന്ന് നിൽക്കുന്ന നെക്ക് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ കൈ ഞാൻ കുറച്ചിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഉണ്ടാവും. അപ്പോൾ ഇപ്പം കട്ട് ചെയ്തിട്ട് ഇത്ര ആക്കിയിട്ടുണ്ട്. പിന്നെ എന്താ ഫ്രണ്ടിൽ ഇതാ ഇതേപോലത്തെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ അവിടെ കണ്ടോ ഒരു സീക്വൻസിൻ്റെ ചെറിയ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നല്ല പക്ക പ്യുവർ കോട്ടൺ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. കോട്ടൺ ചിലപ്പോൾ നമ്മൾ ഈ കോട്ടൺ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ എന്തൊക്കെയോ മെറ്റീരിയലൊക്കെ വരുന്നതാണ്, പക്ഷേ ഈ ഡ്രസ്സെല്ലാം കറക്റ്റ് കോട്ടൺ തന്നെയാണ്. പിന്നെ ഒരു പച്ച കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതാണ് ചെറിയ വേറൊരു മിക്സ് പോലെ തോന്നിയിട്ടുള്ളത് എനിക്ക് കേട്ടോ. ഞാൻ എവിടെയോ പോയിട്ട് എന്തോ കരിയിൽ പോയിരുന്നു, ഇപ്പോഴാണ് കണ്ടത്. അലക്കിയിട്ടും പോകാത്ത കരി എന്താണോ എവിടെയോ പോയി ഞാൻ ഇത് തോന്നുന്നുണ്ട്. പിന്നെ നമ്മളുടെ അതിന് വേണ്ടിയിട്ടുള്ള പാൻറ്റാണ് ഇത്. ഞാൻ മുൻപ് എപ്പോഴും കൊടുത്തിട്ടുള്ള പാൻറ്റാണ്. പാൻറ്റിൻ്റെ അടിയിൽ ഡിസൈൻ വരുന്നത്. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു ഇങ്ങനത്തെ പെട്ടെന്നൊക്കെ കുർത്തിക്കൊക്കെ ഇട്ട് പോകാൻ പറ്റുന്ന നല്ല രസമുള്ള പാൻറ്റാണ് കേട്ടോ. അപ്പം അടിയിൽ ഇങ്ങനെയാണ്. ഞാൻ ചുരിദാറിൻ്റെ റേറ്റ് പറഞ്ഞോ, മറന്നു പോയിരുന്നു അല്ലേ? അപ്പം പറഞ്ഞുതരാം. ഇത് ലിബാസിൻ്റെ അല്ല കേട്ടോ, ഇത് ജനസ്യൻ്റെ വുമൺ ഡാർക്ക് ഗ്രീൻ കോട്ടൺ കുർത്തിയാണ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് മൈക്കോട്ട് ഇതിപ്പോൾ ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ, ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. 400 സംതിങ് ആയിട്ടായിരുന്നു. എന്തായാലും ഇതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ കറൻലി അൺഅവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു കുർത്ത. അപ്പം എന്തായാലും കൊടുക്കാം, അവർ റീസ്റ്റോക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കാമല്ലോ. അപ്പം ഒക്കെ 3/4 സ്ലീവ് ആണ് വരുന്നത്. പിന്നെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു റോസ് കുർത്തയുടെ റേറ്റ് ഞാൻ പറഞ്ഞിട്ടില്ല തോന്നുന്നുണ്ട്. ഇതാ ഈ ഒരു കുർത്തയില്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഇത് ലിബാസിൻ്റെ ആണ്. ഈ ഒരു കുർത്തയുടെ റേറ്റ് വരുന്നത് സോറി കറൻലി അൺഅവൈലബിളാണ് കാണിക്കുന്നത് കേട്ടോ. എന്തായാലും ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കും. ഒക്കെ 1100 റേഞ്ചിലായിരിക്കും മിക്കവാറും കേട്ടോ റേറ്റ് വരുന്നത്. കാരണം ഇങ്ങനെ നല്ല കുർത്താസൊക്കെ മിക്കവാറും ആരെങ്കിലൊക്കെ വേറെ വീഡിയോസൊക്കെ ഇടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിപ്പോൾ. അപ്പം ഇതാണ് നമ്മുടെ അടുത്തൊരു കുർത്ത. എന്തായാലും ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ ഇട്ടിട്ട് നിങ്ങൾ കാണുന്ന സമയത്തേക്ക് പറയാൻ പറ്റില്ല, എന്തായിരിക്കണേ ചിലപ്പോൾ അപ്പോഴത്തേക്കും ചിലപ്പോൾ വീണ്ടും റീസ്റ്റോക്ക് ആയാലും പറയാൻ പറ്റില്ലല്ലോ. പിന്നെ നമ്മുടെ അടുത്ത വന്നിട്ട് നമ്മൾ നേരത്തെ ഒരു ഗ്രീൻ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു ഗ്രീനുമായിട്ടുള്ള സെയിം അതേ ഒരു മെറ്റീരിയലും കാര്യങ്ങളൊക്കെയാണ് ഇത് വരുന്നത്. ആ ഒരു പാറ്റേണുമായിട്ട് സെയിം ആയിട്ടുള്ളത്. ഈ കളറും എനിക്കില്ല, ഞാൻ ഇങ്ങനത്തെ ലൈറ്റ് കളേഴ്സ് ഒന്നും എനിക്കില്ല കേട്ടോ. അപ്പം ഇത് ഒരു ലൈറ്റ് യെല്ലോ കളർ എന്ന് പറയാം. അതാണ് ഈ ഒരു ഡ്രസ്സ്. ഇങ്ങനെയാണ് വൈറ്റ് ഇടുന്നുണ്ട് ഈ ഒരു കളറിന് കേട്ടോ. ഞാൻ കണ്ട് കുറച്ചൊരു ലൈറ്റ് യെല്ലോ അങ്ങനത്താണ് ഇത് വരുന്നത്. നേരത്തെ നമ്മൾ കണ്ട ആ ഒരു ഗ്രീൻ കളറിൽ പോയ പോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു വർക്കും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. പിന്നെ എന്താ പറയുന്നത്, ഇതിൽ നമുക്ക് ആ ഒരു ഗ്ലൈസിങ് വരുന്നൊരു പ്രിന്റ് മെറ്റല്ലേ, ഒരു പ്രിന്റ് പറയില്ലേ, അത് ഇതിൽ വരുന്നുണ്ട് കേട്ടോ. പക്ഷെ അലക്കിയിട്ട് അത് പോയിട്ടില്ല, അങ്ങനെ തന്നെ ഇപ്പോഴും കാണുന്നുണ്ട്. കുഴപ്പമൊന്നും നിലവിൽ കാണുന്നില്ല ഈ ഒരു ഡ്രസ്സിൽ. പിന്നെ ഇതിൻ്റെ ഓപ്പുള്ളു ഇതേപോലെ ഫുള്ളായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഭയങ്കര സോഫ്റ്റ് ആയിട്ട്, ഇന്ന് അതിനെക്കാട്ടും കുറച്ചും കൂടെ സോഫ്റ്റ് ആണ്. ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയിട്ടാണ് തോന്നുന്നത് കേട്ടോ. ഇത് നമുക്ക് ഇങ്ങനത്തെ ഈ ഒരു കോട്ടൺ ഇല്ലേ, ഈ ഒരു കോട്ടൻ്റെ ആ ഒരു മെറ്റീരിയൽ അല്ല, പക്ഷെ ഇതൊക്കെ കോട്ടൺ കുർത്ത എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ പാൻറ് നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ആ ഒരു സെയിം പലാസോ പാൻറ്റാണ്. അടിയിൽ ഇതേപോലത്തെ ഒരു വർക്ക് വരുന്നുണ്ട്. നല്ലതാട്ടോ ഈ ഒരു പാൻറ് വരുന്നുണ്ട്. പിന്നെ ഇഷ്ടപ്പെട്ട കാര്യം ഇതാ ഈ ഒരു എല്ലാവരും സൈഡിലേക്ക് തന്നെ അടുത്തത് നമ്മുടെ ഈ ഒരു ഷാൾ തന്നെയാണ്. നമ്മൾ നേരത്തെ കണ്ട ഡിസൈൻ ഞാൻ ആ ഒരു പാറ്റേൺ തന്നെയാണ് ഈ ഒരു ഡ്രസ്സ് വരുന്നത്. അപ്പോൾ അത് കംഫർട്ടായിട്ട് എനിക്ക് തോന്നി, രണ്ടും ഏകദേശം സെയിം ആണെന്ന് തോന്നിയപ്പോഴാണ് ഇത് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിനും 1100 1200 ചിലപ്പോൾ എനിക്ക് തോന്നുന്നു 900 സംതിങ്ങിന് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ചിലപ്പോൾ റേറ്റ് കുറഞ്ഞിട്ടുണ്ടാവും. അപ്പം ഇതാണ് നമ്മളുടെ അടുത്തൊരു കുർത്ത. ഇതിൻ്റെ നമ്മളുടെ ആ ഒരു ടോപ്പിലൊക്കെ വരുന്ന ആ ഒരു ഡിസൈൻ ഉണ്ടായിരുന്നില്ല, പാൻറ്റിലുള്ള ടോപ്പത്തല്ല പാൻറ്റത്തെ ഡിസൈനാണ്. അതിൻ്റെ ഷാൾ കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ലേസ് വർക്കും കൂടെ ഇങ്ങനെ സൈഡ് കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയും ഡ്രസ്സുകളാണ് ഇത്തവണ നമ്മൾ മേടിച്ചിട്ടുള്ളത്. അപ്പം എന്തായാലും എല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നല്ല സംഭവം തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാണ്ട് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. നമുക്ക് പുതിയ വീഡിയോസായിട്ട് വരുന്ന ദിവസങ്ങൾ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.